ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ എല്ലാം നഷ്ടമായാൽ ഇത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ നല്ല മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന മെത്തേഡാണ്. എന്നാൽ ഈ മെത്തേഡ് അല്ലാതെ മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈലെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഇതിനു ശേഷം ഗൂഗിളിൽ പോയതിനു ശേഷം നിങ്ങൾ CEIR എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ആദ്യത്തെ വെബ്സൈറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതായത് www.ceir.gov.in എന്ന സൈറ്റാണിത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈറ്റ് കിട്ടും, ലോസ്റ്റ് യുവർ മൊബൈൽ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ബ്ലോക്ക് സ്റ്റോൾ ഓർ ലോസ്റ്റ് മൊബൈൽ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ എല്ലാം കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ട മൊബൈൽ നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഡുവൽ സിം എല്ലാമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ 1, മൊബൈൽ നമ്പർ 2 എന്നെല്ലാം കാണാം. അപ്പോൾ 2 നമ്പറും കൊടുക്കുക. അതുപോലെ പിന്നെ IMEI നമ്പർ നമുക്കിവിടെ കൊടുക്കേണ്ടതുണ്ട്. 2 സിമ്മുള്ള മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 2 IMEI എല്ലാം കാണും. അപ്പോൾ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന മൊബൈലിൻ്റെ ബോക്സിലെല്ലാം കാണാൻ സാധിക്കും. അതിൽ നിന്നും ഈ ഇൻഫർമേഷൻ ഇവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡിവൈസ് ബ്രാൻഡ്, അതായത് നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ ബ്രാൻഡ് അത് ഏതാണ്, നോക്കിയ, സാംസങ് അല്ലെങ്കിൽ ആപ്പിൾ, അത് ഏതാണ് നിങ്ങളുടെ ബ്രാൻഡ് അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിവൈസ് മോഡൽ, ഏത് മോഡൽ ഫോണാണ് നഷ്ടമായിരിക്കുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് മൊബൈൽ പർച്ചേസ് ഇൻവോയ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തിരിക്കുന്ന ബിൽ, ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇതിനായി ഇവിടെ ചൂസ് ഫയൽ എന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ പോയി നിങ്ങൾക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ താഴെ വന്നിരിക്കുന്ന ഓപ്ഷൻ ലോസ്റ്റ് പ്ലേസ്, അതായത് എവിടെ വെച്ചാണ് നമുക്ക് ഈ മൊബൈൽ നഷ്ടമായത്, അതുപോലെ സമയം, ഡേറ്റ്, ഇവയെല്ലാം കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്, അതായത് കേരള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് ഡിസ്ട്രിക്റ്റ്, അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ പോലീസ് കംപ്ലൈൻറ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. ഇതിനു ശേഷം ഇവിടെ പോലീസ് കംപ്ലൈൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ സെലക്ട് പോലീസ് സ്റ്റേഷൻ എന്നതിൽ നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മൊബൈൽ ഓണർ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം നൽകണം. അതായത് നമ്മുടെ പേര്, അതായത് മൊബൈൽ ഫോൺ ഓണറുടെ പേര്, അഡ്രസ്സ്, അതുപോലെ ഐഡൻറ്റിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾക്ക് പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ്, ഇത്തരത്തിൽ ഏതെങ്കിലും ഐഡൻറ്റിറ്റി എല്ലാം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ആധാറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആധാർ സെലക്ട് ചെയ്തതിന് ശേഷം ആധാറിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണമായി ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്, അതുപോലെ ഈ ക്യാപ്ച കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് അതിനുശേഷം താഴെ ഇവിടെ നമ്മുടെ മറ്റൊരു മൊബൈൽ നമ്പർ എല്ലാം കൊടുത്ത് അതിലേക്ക് OTP എല്ലാം റിസീവ് ചെയ്തതിന് ശേഷം ഇവിടെ ഡിക്ലറേഷൻ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഇതെല്ലാം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഡിവൈസ് ഇത് ലോക്കായി കിട്ടും. അതിനാൽ തന്നെ ഈ ഒരു മൊബൈൽ ഡിവൈസിൽ മറ്റുള്ളവർക്ക് അവരുടെ സിം ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇങ്ങനെ നഷ്ടപ്പെട്ട മൊബൈലിൽ ഇതിൽ ആരെങ്കിലും സിം എല്ലാം ഇടുമ്പോൾ ഈ സിമ്മിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ പുതിയ സിം എല്ലാം യൂസ് ചെയ്യുന്നവരുടെ ഇൻഫർമേഷൻ എല്ലാം ട്രേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാണാം, 4,91,062 മൊബൈൽ ഫോൺസ് ഇതുവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിന്നും ട്രേസ് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2,45,814 അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇതുപോലെ മൊബൈൽ ഫോൺ എല്ലാം നഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇപ്രകാരം നമ്മുടെ മൊബൈൽ തിരിച്ചു കിട്ടിയെങ്കിൽ നമ്മൾ നേരത്തെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഡിവൈസ് ഇത് അൺബ്ലോക്ക് ചെയ്യുന്നതിനാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്.
ഇവിടെ നമ്മുടെ റിക്വസ്റ്റ് ഐ ഡി, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ റീസൺ ഫോർ അൺബ്ലോക്കിംഗ്, ഈ ക്യാപ്ച കോഡ്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, OTP, ഈ ഇൻഫർമേഷൻ എല്ലാം ലഭിച്ചതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുത്ത് നമ്മുടെ ഡിവൈസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്